ഒരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ അല്ല, പരസ്യ പ്രചരണത്തിന്റെ. അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി. അതിനെക്കുറിച്ച് നിങ്ങളുടെയും കൂടി അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കേൾക്കാമെന്ന് കരുതുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വോയിസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കുറച്ച് കാലമായി ലൈവില് നമ്മൾ നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒക്കെ ഇച്ചിരി കാലമായി. ഓഡിയോ കറക്റ്റ് ആണോ? നിലമ്പൂരാണല്ലോ ചർച്ചാ വിഷയം, നിറഞ്ഞു നിൽക്കുകയാണ്. ആരാണ് നിലമ്പൂരിന്റെ ആ തേക്കുപോലെ കരുത്തുറ്റ ജനപ്രതിനിധിയാകുക എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രം, അതായത് നാളെ പരസ്യ പ്രചരണം അവസാനിക്കുന്നു, മറ്റന്നാൾ നിശബ്ദ പ്രചരണം. 48 hours അപ്പുറത്ത്, 48 hours ഇല്ല കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ, ജനം വിധി എഴുതുന്ന നാളാണ്. ദീപിക രാമചന്ദ്രൻ, ഹായ്, കേൾക്കാവോ? എന്താണ്, ഓഡിയോ ഒക്കെ ഓക്കെ ആണോ? രാജൻ കെ സി ഓക്കെ ആണ്, നസീർ നാസ് ഓക്കെ. അപ്പോ പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു നിലമ്പൂരിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വിലയിരുത്തൽ എന്ന് അറിയാനുള്ള ഒരു അഭിപ്രായമുണ്ട്. കാര്യം നമ്മൾ ഈ പുറത്തിരുന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഗ്രൗണ്ട് റിയാലിറ്റി, അല്ലെങ്കിൽ ഫീൽഡിലുള്ളവരുണ്ട്, നിലമ്പൂരിലുള്ളവരുണ്ട്, പൊതുവെ രാഷ്ട്രീയങ്ങൾ വിലയിരുത്തുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്. ആരുടെയും ചിന്താഗതിയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ നിഗമനങ്ങളെയോ ഒന്നും വില കുറച്ച് കാണുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം കൂടി അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എന്താണ് ജനങ്ങളുടെ ഉള്ളിൽ ഒരു പൾസ് എന്നും, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർ എന്താണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണെന്ന് ഒന്ന് കമന്റ് ആയിട്ട് കുറിച്ചാൽ അത് മാക്സിമം വായിക്കാൻ പറ്റുന്നത് വായിക്കാം. കഴക്കൂട്ടം സുരേഷ് ഓക്കെ, അരുണിന്റെ അഭിപ്രായം ആദ്യം അറിയട്ടെ. സുരേഷ് ഏട്ടാ, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് വരും സമയങ്ങളിൽ ഇപ്പോ ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാം. എന്തായാലും ചില കാര്യങ്ങൾ ഉറപ്പായിട്ട് പറയാൻ പറ്റും. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഘട്ടം അവസാനിക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തിലായിരുന്ന UDF, കാര്യം കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് UDFന്റെ ഒരു ഉറച്ച കോട്ടയാണ് നിലമ്പൂർ എന്ന് എല്ലാവർക്കും അറിയാം. കാര്യം വയനാട് ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിയാൽ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ആ മലയോര മേഖലയ്ക്ക് സ്വാഭാവികമായിട്ടൊരു വലതുപക്ഷ മനസ്സുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ നമ്മൾ തള്ളിക്കളയേണ്ട. പക്ഷെ അവിടെയാണ് ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം കൊടുക്കാനായിട്ട് ഇടതുപക്ഷം തയ്യാറായിട്ടുള്ളത്. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഒരു വലിയ മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇക്കുറി ത്രികോണമല്ല ചതുഷ്കോണ രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ ഒരു സ്ഥാനാർത്ഥിയും വില കുറച്ച് കാണേണ്ട കാര്യമില്ല. ഇടതുപക്ഷത്തിന് വേണ്ടി എം സ്വരാജും, UDFന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തും, BJPക്ക് വേണ്ടി പുള്ളിയുടെ പേര് തോമസ്, പേരങ്ങോട്ട് വിട്ടുപോയി, പിന്നെ PV അൻവർ എന്ന അവിടത്തെ നിലവിലെ MLA ആയിരുന്ന വ്യക്തി. സ്വാഭാവികമായിട്ടും നമ്മൾ വില കുറച്ച് കാണുന്നില്ല. എന്നിരുന്നാൽ പോലും PV അൻവർ മുൻപുണ്ടായിരുന്ന ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ലെങ്കിൽ പോലും പിടിച്ചു മാറ്റുന്ന വോട്ട് ആർക്കുള്ളത് എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ്, ഒരു സംശയമില്ല. എം സ്വരാജിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഇടതുപക്ഷം 100% അവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അവിടത്തെ പ്രചരണങ്ങൾ കാണുമ്പോൾ സാധാരണഗതിയേക്കാൾ അപ്പുറം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും അവിടെ പ്രചരണ ഇടങ്ങളിലെല്ലാം തിങ്ങിക്കൂടിയ ജനക്കൂട്ടവുമെല്ലാം ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കാര്യം ആദ്യഘട്ടത്തിൽ UDF കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു. ഒരുപക്ഷെ PV അൻവർ കൂടി UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയത്തക്ക ഒരു മെജോറിറ്റി അവർക്കുണ്ടായാണ്. ഇതിപ്പോ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയാണ്. കാര്യം SDPIക്ക് അവിടെ സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF എല്ലാം കൂടി വട്ടം ചുറ്റി പിടിച്ചിരുന്നിടത്ത് നിന്നും ഇപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഓരോരുത്തർ ഇൻഡിവിജ്വൽ വോട്ടുകൾ പിടിച്ചു മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കേന്ദ്രങ്ങളിലെ വോട്ടുകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയെ പോലും കൂട്ടുപിടിച്ചുകൊണ്ടും ജമാഅത്ത് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ്, അതായത് അവരുടെ മതരാഷ്ട്ര ചിന്തയൊക്കെ മാറ്റിക്കളഞ്ഞു എന്നുള്ള സതീശന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ തയ്യാറായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോ ആശങ്കയുണ്ട്.
അങ്ങ് വെറുതെ ഉണ്ടോണ്ട് പോകാമെന്ന് കരുതുന്നില്ല. കാര്യം മണ്ഡലത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്. ഒരു തവണ കുഞ്ഞാലി ജയിച്ച ആ മണ്ഡലത്തിൽ നിന്ന് പിന്നീട് ആര്യാടൻ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഒരു തവണ ജയിക്കുന്നു, പിന്നീട് കാലുവാരുന്നു. അതിന് പിന്നാലെ ആ മണ്ഡലത്തിൽ ടി.കെ. ഹംസ വിജയിക്കുന്നു. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായിട്ട് UDFന്റെ കോട്ടയായിട്ട് ആര്യാടൻ ലീഗുമായിട്ട് പടപൊരുതി സംരക്ഷിച്ചു പോന്നിരുന്ന കോട്ടയാണ് നിലമ്പൂർ. അപ്പോൾ തന്നെ നിലമ്പൂർ എന്ന മണ്ഡലം പണ്ട് ഉമ്മൻചാണ്ടി 50 വർഷം പുതുപ്പള്ളി എങ്ങനെയാണോ അദ്ദേഹം കൊണ്ടു നടന്നത്, അതുപോലെ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്ന കാലഘട്ടം വരെ ആര്യാടന്റെ ഉറച്ച കോട്ടയായിരുന്നു. ഒരു സംശയമില്ല. ആ കോട്ടയിലാണ് ഇടതുപക്ഷത്തിന് വേരോട്ടം കുറഞ്ഞെങ്കിലും കോൺഗ്രസുകാരനായിട്ടുള്ള, നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, ഒപ്പം കരുണാകരനോടൊപ്പം മുരളീധരനോടൊപ്പം DIC എന്ന മുന്നണിയിലേക്ക് പോയി അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ അഭയം തേടി വന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷം അദ്ദേഹത്തെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി. സ്വതന്ത്ര രാഷ്ട്രീയ പരീക്ഷണം മലബാർ മേഖലകളിൽ പലപ്പോഴും നടത്താറുള്ള അതേ അടവ് നയം അവിടെ പയറ്റി. അതിൽ ഫലം കണ്ടു. കഴിഞ്ഞ 9 വർഷം അവിടെ ഇടതുപക്ഷം വന്നു. ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനാണ്. ഒരു ചിഹ്നത്തിലല്ല, ചിഹ്നം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് അൻവർ ഇന്നലകളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസുകാരനായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി സ്വതന്ത്രനായി നിൽക്കുമ്പോഴും ഈ പാർട്ടിയുടെയോ ഈ സംവിധാനത്തിന്റെയും ഭാഗമായിട്ടില്ല എന്നുള്ളൊരു ചരിത്രം അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നിട്ടാണ് ഇപ്പോ സ്വന്തം ചിഹ്നത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഒരാളെ മത്സരരംഗത്തേക്ക് ഇറക്കുകയാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് മുതൽ ഇന്നിപ്പോ റോഡ് ഷോ കഴിയുന്നത് വരെ സ്വരാജിന് മണ്ഡലത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണം, ആ സ്വീകാര്യതയും ആ സ്വീകരണവും തെല്ല ആശങ്കയൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ആശങ്ക ഉണ്ടാക്കിയിട്ടില്ല എന്നവർ പറയുകയാണെങ്കിൽ PV അൻവർ ഈസ് നോട്ട് എ ഹെഡേക്ക് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പരസ്യമായിട്ട് PV അൻവറിനെ വാതിൽ കൊട്ടിയടച്ചു എന്ന് പ്രഖ്യാപിച്ച സതീശൻ വൈകുന്നേരം എന്തിനാണ് ഈ രാത്രി വന്നതിന് ശേഷം തലയിൽ മുണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയായിട്ട് കൊണ്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അൻവറിന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടത്? അത് സ്വന്തം നിലയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വന്തം നിലയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എടുത്ത തീരുമാനത്തിന് ശേഷം പോയി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വെച്ച് പൊറപ്പിക്കാൻ പറ്റൂ? എന്തിനു പോയി? ഒരു സ്വാഭാവിക ചോദ്യമല്ലേ. അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് UDF നടപടിയെടുക്കാത്തതോ പരസ്യമായിട്ട് തെറ്റാണെന്ന് പറഞ്ഞ് അപ്പോ കൈകഴുകി പോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം ഉറപ്പാണ്. നേരത്തെ വിനു വി ജോൺ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഷാഫി പറമ്പിൽ അറിയാതെ മുള്ളാറ് കൂടി ഇല്ലാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞത് ഞാനല്ല, അത് ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ ആണ്. വിനു വി ജോണിന് അത് പറയാം, അവരത് ഉൾക്കൊള്ളും. കാര്യം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇനിയിപ്പോ രാഷ്ട്രീയം കൊണ്ട് പറയുന്നതാണെന്ന് അവർക്ക് തോന്നും. പക്ഷെ ആ വാചകം പറയുമ്പോൾ പോലും തിരിച്ച് വിനു വി ജോണിനെ ഒരു ചെറിയൊരു അക്ഷരം കൊണ്ട് പോലും വിമർശിക്കാൻ അവർ തയ്യാറാകാത്തത് നിങ്ങൾ കണ്ടോ? പക്ഷേ മറുസൈഡിൽ നിങ്ങൾ നോക്കിയാൽ റോഷിപാൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനെ അവർ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്നുണ്ട്. എന്താണ്? വിനു വി ജോണിനെ ഒരു അക്ഷരം മിണ്ടാതെയും എന്നാൽ റോഷിപാലിനെതിരെ അക്രമം കാണിക്കുകയും ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു, നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഒരു പ്രത്യേക ബാലൻസിംഗ് ഉണ്ടോ? അല്ലെങ്കിൽ ഈ വേർതിരിവുകളുണ്ടോ? രണ്ടും മാധ്യമ പ്രവർത്തകരാണ്. ഒരാൾ കോട്ടിട്ട ജഡ്ജിയാണ്, ഇടതുപക്ഷത്തിന് രാവിലെയും വൈകുന്നേരവും ഭജന കച്ചേരിക്കാരെ കൊണ്ടുവരുത്തി കടന്നാക്രമിക്കുന്ന വ്യക്തിയാണ് വിനു വി ജോൺ. കൂടുതൽ UDFന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ആൾക്കാർ പറയുന്ന കാര്യമില്ല. പക്ഷെ റോഷിപാൽ ആ വ്യാജ ID കാർഡ് വാർത്തകൾ കൊണ്ടുവന്ന് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവനാണ്, ഞങ്ങൾക്കെതിരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നവനാണ്, അവനെ വച്ചേക്കാൻ പാടില്ല. അപ്പോ ചിലർക്ക് വിമർശിക്കാം, ചിലർക്കത് പാടില്ല. അപ്പോ അവിടെ തന്നെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നുണ്ട്. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നേക്ക് വരുമ്പോൾ ഓരോ ദിവസത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്ത് നോക്കിയാൽ UDF ഒരു വിഷയത്തിൽ ഊന്നി നിൽക്കാതെ ചാടി കളിച്ചു പോകുന്ന കാണാം. ഓരോ ദിവസം ഓരോ വിവാദങ്ങൾ. ജമാഅത്ത് ഇസ്ലാമി വിവാദം വന്നു. അവർ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ പെട്ടി വിവാദം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്തോ CPMകാരാണ്, പാരിതോഷികം കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇവരെ പരിശോധിക്കാൻ പോലും പാടില്ല. ഞങ്ങൾ ജനപ്രതിനിധികളായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവരെ ഉദ്യോഗസ്ഥർ സ്വാഭാവിക രീതിയിൽ പരിശോധനയ്ക്ക് ഒരുങ്ങിയപ്പോൾ അതിന് രാഷ്ട്രീയം കലർത്താൻ പരിശ്രമിച്ചവരാണ്. അതിനെ പെട്ടി വിവാദമാക്കാൻ ശ്രമിക്കുന്നു. ആ സന്ദർഭത്തിൽ അവർ വിളിച്ചാൽ ഓടി വരുന്ന മാധ്യമങ്ങൾ അവിടെ തയ്യാറാക്കുന്നുണ്ട്. ആ പാലക്കാട് നീലപ്പെട്ടി കൊണ്ടുവന്നിട്ട് ആ പെട്ടി പിടിച്ചിട്ടില്ല, 3 വണ്ടി കയറി പോയി. പിന്നീട് പിടിക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? നാടകം കളിക്കുന്നു. ഇവിടെയും നാടകം കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ പിണറായിയുടെ ഉദ്യോഗസ്ഥർ ആരും, അല്ലെങ്കിൽ പിണറായി സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും
കേന്ദ്രസേനയിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ഉൾട്ടയടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ നമ്മുടെ മാധ്യമ മേഖലകളിലെല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും നീക്കുപോക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല. പലതും ഒരു ദിവസം വാർത്തയായതിനു ശേഷം വളരെ പെട്ടെന്ന് ആ വിഷയത്തെ ഇവർ കോംപ്രമൈസ് ചെയ്യുന്നത് നോക്കൂ. റോഷിബാലിനെ അടിക്കുന്നു, അതിനുശേഷം നേരെ റിപ്പോർട്ടർ ചാനലിലെ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് എന്ത് വേണോ ചെയ്യാം, നിങ്ങൾ അതിനെ വാർത്തയാക്കി ഞങ്ങളെ അധിക്ഷേപിക്കരുതെന്ന് പറയുകയാണ്. പിന്നീട് ഇവർക്ക് വേണ്ടി തന്നെ പരസ്യമായിട്ട് പല പച്ചക്കള്ളങ്ങൾ ഇവർ വിളിച്ചു പറയുന്നതിനെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തും ആളുള്ളത് കൊണ്ടും ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹം വെച്ച പന്നിക്കണി, ആ പന്നിക്കണിയിൽ 15 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. ആ വിഷയത്തിൽ ഉടനെ പിണറായിയുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കാനും സർക്കാരിന്റെ വീഴ്ചയായിട്ട് പറയണം. എങ്ങനെ പന്നിക്ക് വെച്ച കെണി, എങ്ങനെ ആൾക്കാർ നടന്നു പോകുന്ന വഴിയിലാണ് പന്നിക്ക് കെണി വെച്ചത്. അതിന് പിന്നാലെ ചാടി വീണ് സമരമാകുന്നു, ഇത് ചെയ്തത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് പറയുന്നു. ഒരു 15 വയസ്സുകാരന്റെ ആ മരണത്തിൽ ഏറ്റവും രാത്രി സെൽഫി എടുത്ത് കളിക്കുകയാണ്, ചായയും കുടിച്ച് ചിരിച്ചുല്ലസിച്ച്. അതാണ് ഉള്ളിലെ വിഷമം. ആ വിഷമം നാട്ടുകാർ കണ്ട സന്ദർഭം വന്നുടനെ പോസ്റ്റ് മുക്കി ഓടുകയാണ്. എന്തെല്ലാം തരത്തിൽ കൃത്രിമ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അല്ലാതെ രാഷ്ട്രീയം പറയാനായിട്ട് തയ്യാറായിട്ടേ ഇല്ല. ക്ഷേമ പെൻഷന്റെ കാര്യം കൈക്കൂലിയാണെന്ന് പറയുകയാണ്. അതെ, ഇന്നിപ്പോ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ കൂടി കൊടുക്കാനായിട്ട് സർക്കാരിന്റെ ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. അത് കൈക്കൂലിയാണ് അത്രേ. ഈ 18 മാസം കൈക്കൂലി ആയതുകൊണ്ട് തന്നെ ഇവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്തരം കൈക്കൂലികൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലയ്ക്ക് 18 മാസം കൊടുക്കാതെ ഇറങ്ങിപ്പോയവരാണ്. കാര്യം ജനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് പൂർത്തീകരിക്കുന്നു. കഴിഞ്ഞ ആന്റണി സർക്കാരിന്റെ കാലത്ത് 20 മാസത്തോളം ക്ഷേമ പെൻഷൻ മുടക്കിയിട്ട് പോയി. അതും തീർത്തത് VS അച്യുതാനന്ദൻ സർക്കാരാണ്. ഏതെങ്കിലും ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോയതിനു ശേഷം അന്ന് കുടിശ്ശികയായിട്ടുള്ള ഏതെങ്കിലും ക്ഷേമ പെൻഷൻ ഇവർ കൊടുത്തിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കാൻ മാധ്യമങ്ങൾ ഇല്ലാത്തതുകൊണ്ടും അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് പറയാനില്ലാത്തതുകൊണ്ടും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളാണ് കൂട്ടിയത്, ഞങ്ങളാണ് കൂട്ടിക്കൊടുത്തതെന്നൊക്കെ പറയുന്ന ആ വാചകങ്ങൾക്കൊക്കെ ഓരോ തരത്തിലുള്ള മറുപടികളുണ്ട്. പക്ഷെ അതൊന്നും പറയുന്നത് അൺപാർലമെന്ററി ആയി മാറും എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് UDF ആണ്. അതായത് വിജയത്തിന് വേണ്ടിയിട്ട് വഴിവിട്ട രീതിയിലുള്ള കൂട്ടുകക്ഷികളെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് UDF ആണ്. എന്നിട്ട് ഓരോ ചിത്രങ്ങൾ ഇവർ തന്നെ പുറത്തേക്ക് വിട്ടിട്ട് ഞങ്ങൾ ചെയ്ത തെറ്റിനെ അതിന് അവരും അങ്ങനെയാണ് എന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമല്ലേ നടത്തിയത്. അല്ലാതെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട് അവർ പരസ്യമായ കൂടിക്കാഴ്ച, ഇത് രഹസ്യമായ കൂടിക്കാഴ്ചയും അതിനുശേഷം അവർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അവർ മതേതരരാക്കി മാറ്റുകയാണ്. ഇന്നലകളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അവർ ഉന്നയിക്കുന്ന മതരാഷ്ട്രീയവാദത്തെ എല്ലാം സതീശൻ റദ്ദാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ രംഗത്ത് UDF-നുണ്ടായിരുന്ന ഒരു അസ്ഥിരത എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. കാര്യം രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയങ്ങളും പറയാനില്ല. ചില മാധ്യമങ്ങൾ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ ഇതല്ല, നിങ്ങൾ മറ്റേ വിഷയം ഉന്നയിക്കൂ, ഈ വിഷയം ഉന്നയിക്കൂ. അവർ പറയുമ്പോൾ പിറ്റേന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം സ്വന്തമായിട്ട് അവർക്ക് അവിടെ ഒരു രാഷ്ട്രീയ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനേ കഴിഞ്ഞിട്ടില്ല. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഇവർക്ക് ഒരു ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റിയത്? അവർ ദേശീയപാതയുടെ വിഷയം എടുത്തിട്ടാണ്. ദേശീയപാത ഈ സർക്കാരിന്റെ വീഴ്ചയാണോ? അല്ല, കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണെങ്കിൽ പോലും അതിനെ മറച്ചു വെച്ചുകൊണ്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ തലയിൽ ഇരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന് ചാർത്താനല്ലേ പരിശ്രമിച്ചത്. അല്ലാതെ ഇവർക്കൊരു വിഷയം വളരെ കൃത്യമായിട്ട് ഉന്നയിക്കാൻ കഴിഞ്ഞു. ഇവർ മാസപ്പടി കേസ് കഴിഞ്ഞ കുറെ കാലമായി ഉയർത്തി. എന്തേ നിലനിൽക്കാതെ പോകുന്നു? എന്തേ അവർക്കിപ്പോ രാഷ്ട്രീയ ആയുധമാക്കി അതിനെ പറയാൻ കഴിയുന്നില്ല? കാര്യം അവർ പറയുന്ന കഥകൾ മാധ്യമങ്ങളിലൂടെ അച്ചടിച്ച് പ്രചരിപ്പിച്ചതിന് ശേഷം കോടതികളിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഒന്നിനു പോലും വേണ്ടത്ര തെളിവില്ല. ചില ആരോപണങ്ങളാണ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതികൾക്ക് തന്നെ ബോധ്യപ്പെടുകയാണ്. ഇത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരെ കൊണ്ട് ചില പേപ്പറുകളോ ചില എഴുത്തുകുത്തുകളോ ഒക്കെ ഇവർ ചെയ്യിച്ചതിന് ശേഷം അത് ഉയർത്തിക്കാട്ടിയാൽ ഇതിനെന്ത് തെളിവാണുള്ളത്? ഇതാണോ തെളിവ്? ഇതൊരു ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നതല്ലേ? അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമില്ലേ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരയില്ല. അപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറയുന്നത്, നിലമ്പൂരിൽ കാര്യങ്ങൾ അത്ര ഈസി അല്ല എന്ന് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് വിലയിരുത്തിയ UDF-ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾ, പല നാടകങ്ങളൊക്കെ കളിക്കാൻ ശ്രമിച്ചെങ്കിലും വേണ്ടത്ര ഒത്തിട്ടില്ല. ഈ മണ്ഡലത്തിൽ നേരിട്ട് ഫൈറ്റ്, കാര്യം ഒരു ഘട്ടത്തിൽ ലീഗ് നേരിട്ട് പറയുകയാണ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന്. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? UDF സ്ഥാനാർത്ഥിയാണെന്ന് പറയാം, പക്ഷേ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഒരു
ജില്ല, അതായത് മലപ്പുറം ജില്ല, അവിടെ ഞങ്ങൾ മുസ്ലിം ലീഗ്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് പോലും ജോയ് എന്ന വ്യക്തിയെ വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ DCC പ്രസിഡന്റായ വ്യക്തിയെ വെട്ടിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ കൊണ്ടുവന്നത് തന്നെ ഒരു ലെഗസിയുടെ ഭാഗമാണ്. അതായത് പിതാവിന്റെ രാഷ്ട്രീയം, ഒപ്പം മതവും നമ്മൾ യോജിച്ചു പോകാനോ. ലീഗിന്റെ പിന്തുണ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടേതായിട്ടുള്ള മതത്തിൽ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ലീഗ് പിന്തുണയ്ക്കൂ. എങ്ങനെ? ഷാഫിയെ വടകര മത്സരിപ്പിക്കാനായിട്ടുള്ള നീക്കുപോക്ക് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. ഷാഫി കൊന്നാ മത്സരിക്കാൻ തയ്യാറാകില്ല. പക്ഷെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി ഒരു സീറ്റ് കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ലീഗിന് സീറ്റ് തരാൻ പറ്റില്ല, ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിക്കാം. അങ്ങനെയല്ലേ കെ മുരളീധരനെ അവിടെ നിന്ന് തൂക്കി മാറ്റിയത്? അദ്ദേഹത്തെ തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് തോപ്പിച്ചതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത്? അപ്പോൾ അങ്ങനത്തെ രാഷ്ട്രീയമൊക്കെ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ലീഗ് ഇവിടെയും അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂമായിട്ട് അതിനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ UDF എന്ന സംവിധാനത്തിനകത്ത് കോൺഗ്രസിന് ഇപ്പോൾ എണീറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ലീഗ് എന്ന ഊന്നുവടിയിൽ പിടിച്ചേ കഴിയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ലീഗിന്റെ വോട്ട് എത്രത്തോളം പോളിയും, ലീഗിന് എത്ര വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയും, ലീഗ് അവിടെ ജാതിയും മതമൊക്കെ പറഞ്ഞ് എത്രമാത്രം മതവിഭാഗത്തിന്റെ വോട്ട് കേന്ദ്രീകരിക്കും, അതൊക്കെയാണ് അവർ സാധ്യതയായി കൽപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ, അത് കൃത്യമായിട്ട് സർക്കാർ അധികാരത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലയിലെ മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും ആരും ഇല്ല എന്ന് പറയുന്നില്ല. കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സതീശനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണം. നിങ്ങൾ കരുതുക, ഈ നാട്ടിൽ ആന ഇറങ്ങില്ലേ, പുലി ഇറങ്ങില്ലേ? സതീശൻ രാത്രി ടോർച്ചുമായിട്ട് ചെന്നിട്ട് ഇവർക്കെല്ലാം മറ്റേ വടി കൊണ്ട് അടി കൊടുത്ത് ഓടിക്കൂ? ഇല്ലല്ലോ. സതീശൻ അവിടെ ഇരുന്നു കൊണ്ട് ഒന്നും ഇറങ്ങാത്ത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ ഭക്ഷണത്തിന് ക്ഷാമം നേരിടുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇവരുടെ പ്രജനനം കൂടിയതിനു ശേഷം, അതായത് എല്ലാ മൃഗങ്ങളും, കാട്ടുമൃഗം, നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഇത് ഈ കാട്ടുപന്നികളായിക്കോട്ടെ ഇതിനെയൊക്കെ വേട്ടയാടുന്ന രീതി ഉണ്ടായിരുന്നു. ഇത്രത്തോളം പരിശോധന ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ മനുഷ്യർ ഒളിഞ്ഞും തെളിഞ്ഞും വേട്ടയാടുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നിയമം കർശനമായി കഴിഞ്ഞതിന് ശേഷം അത്തരം വേട്ടയാടലുകളൊക്കെ ഏകദേശം നിന്നൊരു സാഹചര്യമാണ്. ആ നിന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ എണ്ണം പെറ്റു പെരുകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടത്ര ഭക്ഷണം അവിടെ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് ഇറങ്ങും. അവരെ സംബന്ധിക്കുന്നിടത്തോളം നാടല്ല, അവർ ഭക്ഷണം തേടി വരുമ്പോൾ അവർക്കൊരു ഭൂപ്രദേശം മാത്രമാണ്. മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളമാണ് ഈ അതിർത്തികളൊക്കെ ഉള്ളത്. അവരെ സംബന്ധിക്കുന്നിടത്തോളം എന്ത് അതിർത്തിയാണ്? അവർ കടന്നു വരുന്ന വഴിയിൽ ഇതിപ്പോ യൂസുഫ് അലി എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീടാണെന്ന് ഏതെങ്കിലും ഒരു മൃഗത്തിന് തോന്നുന്നു. അത് കണ്ട അയ്യോ യൂസുഫ് അലിയുടെ വീടാണ്, കേറണ്ട. അല്ലെങ്കിൽ PV അൻവറിന്റെ വീടാണ് ഇവിടെ ഉള്ളത്, അയ്യോ അൻവറിഖാന്റെ വീടാണ്, അങ്ങോട്ട് കേറണ്ട, അവിടെ അതേ ഇവിടത്തെ ഒരു പ്രമുഖനാണെന്ന് ആ വരുന്ന കാട്ടുമൃഗങ്ങൾ ചിന്തിക്കൂ? ഇല്ലെന്നേ. അവര് ഭക്ഷണം തേടി വരുമ്പോൾ എവിടെയാണോ അതിന് വേണ്ട സാധനങ്ങൾ കാണുന്നത് അവിടേക്ക് കടന്നു കയറി അത് ഇപ്പോ പുലിയാണ് കടന്നു വരുന്നതെങ്കിൽ പട്ടിയും പൂച്ചയൊക്കെ പിടിക്കുന്നത് സ്വാഭാവികമാണ്. അതിന്റെ കാര്യം ഇതിന്റെ നമ്പേഴ്സ് അവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അവർക്ക് വേണ്ട ഭക്ഷണം അവിടെ കിട്ടാതെ വരുമ്പോൾ അത് അന്വേഷിച്ച് പുറത്തേക്ക് വരുന്നു. അത് ഈ ജനങ്ങളും കാടും എന്നുള്ള ആ ജനവാസ മേഖലയും കാടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് അതിന് ഇനി സതീശനല്ല, ഇനി ഇവിടെ സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന ആ സീറ്റിൽ ഇരുന്നാലും നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത് എത്ര ഇപ്പൊ നമ്മൾ ഫെൻസിങ് കെട്ടിയാലും എന്ത് സംവിധാനം ഉണ്ടാക്കിയാലും കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം വിശക്കുന്ന ജന്തുവിന് ആഹാരം കൂടിയേ തീരൂ. അത് തേടി വരുന്നവർ എങ്ങനെയും അത് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അവിടെ ഈ ഷോക്കേറ്റ് ഒക്കെ മരിച്ച സംഭവം ഉണ്ടാകുമ്പോൾ അയ്യോ ഷോക്കേറ്റ് കൊന്നേ എന്നുള്ളൊരു ആംഗിളിലേക്ക് ഇവർ അതിനെ വളച്ചൊടിച്ചു കൊണ്ടുവരും. അപ്പോ നീളയും പോകാൻ പറ്റില്ല, കുറുകയും പോകാൻ പറ്റില്ല. ഇവിടെ ആര് ഭരിച്ചാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. അവർ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ചോദ്യം കൃത്യമാണ്. അതിനെ തടയിടാൻ വേണ്ടി നമുക്ക് മനുഷ്യരാൽ കഴിയുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യരാൽ കഴിയുന്ന കാര്യങ്ങൾ കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ തന്നെ പാടാണ്. അതിന് നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഇപ്പോൾ ഈ താൽക്കാലിക സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം കേന്ദ്രത്തിന്റെ നേരത്തെ 1972 കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമം പൊളിക്കേണ്ടതുണ്ടെന്നേ. ആ നിയമം പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ വേട്ടയാടാൻ പറ്റൂ, വെടിവെച്ച് കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇതിന്റെ എണ്ണം കൂടി നിൽക്കുന്നതുകൊണ്ട് വരുന്നതിനെ തിരിച്ചുവിടാൻ പറ്റില്ല. അതിനെ വെടിവെച്ച് കൊന്നൊടുക്കി മാത്രമേ ഇതിന്റെ നമ്പേഴ്സ് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അതാണ് ആ മേഖലയിൽ നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ കോറായിട്ടുള്ള വിഷയങ്ങൾ പറയാതെ
പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതെന്നൊക്കെ പറയുന്നത് ഒരുതരം വിവരക്കേടാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പുകളിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയം എല്ലാം ഉയർത്തി ചർച്ചയാക്കാൻ UDF പരമാവധി ശ്രമിച്ചു. പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ച് കടന്നുപോകാൻ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള പോരാട്ടം, അത് സ്വരാജിന്റെ വ്യക്തിപ്രഭാവം ഒരു കണക്കിന് വലിയ തോതിൽ തന്നെ ഇടതുപക്ഷത്തിന് അവിടെ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തിപ്രഭാവം നിലമ്പൂരുകാരനായതുകൊണ്ടല്ല, പലപ്പോഴും പല സന്ദർഭങ്ങളിലും ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ നാട്ടിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ആ ജില്ലയിൽ ജനിച്ചു വളർന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരുടെ ചരിത്രവും പാരമ്പര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് പല സന്ദർഭങ്ങളിലും അവർ നേരിടുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന വേട്ടയാടലുകൾ അതെല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സ്വരാജ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഉറക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പബ്ലിക്കിന് മുന്നിൽ പറയാൻ ധൈര്യം കാട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് അതുപോലൊരു പിന്തുണ കൊടുത്തിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായിട്ടുണ്ടോ? ഒരാളുടെ തണ്ടലിന് ഉറപ്പുണ്ട് എന്ന് പറയുന്നത് എന്താണ്? വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്റെ ഇമേജിന് കോട്ടം വരാതിരിക്കാൻ ഞാൻ മിണ്ടാതിരിക്കാം എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്താൽ സംഘപരിവാറിന്റെ വലിയ ആക്രമണം ഉണ്ടാകും, ചാപ്പ കുത്തപ്പെടും എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിട്ട് പോലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത അത് നിലമ്പൂരിലെ ഒരുപാട് പേർക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്വരാജിനോട് വല്ലാത്ത മാനസിക അടുപ്പമുണ്ട്. അദ്ദേഹത്തിനോട് അതുകൊണ്ട് തന്നെ വലിയ താല്പര്യവുമുണ്ട്. ആ താല്പര്യമാണ് ഇപ്പോൾ UDFനെ വെട്ടിലാക്കിയിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിലമ്പൂരിൽ സ്വരാജ് കൊടുത്തിരിക്കുന്ന ശക്തമായിട്ടുള്ള പോരാട്ടം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ മാന്യത കൂടി അദ്ദേഹം കാട്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇതുവരെ സ്ഥാനാർത്ഥി അധിക്ഷേപിച്ചിട്ടില്ല, വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഒരു തരത്തിൽ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റോ നടത്തിയിട്ടില്ല. അദ്ദേഹം ഹോട്ടാകാനോ അല്ലെങ്കിൽ വിഷയം ചർച്ചയാകട്ടെ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഒരു വാചകവും പറയാതെ ചെയ്ത കാര്യങ്ങൾ, സർക്കാർ ആ നാടിന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് ശക്തമായി പറഞ്ഞ് അദ്ദേഹം ആ ഒരു മണ്ഡലത്തിൽ സ്വന്തം നാട്ടുകാരടുത്ത് വളരെ സിമ്പിളായി വോട്ട് ചോദിച്ച ആ ഒരു മാന്യത ഉണ്ടല്ലോ, ആ മാന്യത കൂടി ജനം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, അൺപ്രഡിക്റ്റബിൾ ആയി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല. ഈസി വാക്ക് ഓവർ നേടുമെന്നോ അല്ലെങ്കിൽ വമ്പൻ ഭൂരിപക്ഷം നേടുമെന്നോ ഒക്കെ ഇപ്പോഴും സതീശൻ തട്ടിവിടുന്നുണ്ട്. കാര്യം ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട വിജയം അല്ലെങ്കിൽ നേടിയ വിജയത്തെ കുറിച്ചാണ് പറയുന്നത്. ഏത് ഉപതെരഞ്ഞെടുപ്പ്? ആ സതീശനോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF നേടിയ വലിയ വിജയങ്ങൾ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചേലക്കരയുടെ കാര്യം അവർ പറയുന്നില്ല? അതിനെ മനഃപൂർവ്വം വിഴുങ്ങുന്നുണ്ട്. അവിടെ തോറ്റ കാര്യത്തെ വലിയ സംഭവമാക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് സിറ്റിംഗ് സീറ്റുകൾ വിജയിച്ചതിനെ വലിയ സംഭവമാക്കി അങ്ങ് അവതരിപ്പിക്കുകയാണ്. ആ സംഭവമാക്കി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ചില തോന്നലുണ്ടാക്കുകയാണ് UDF എന്തോ ഒരു വലിയ ഹൈപ്പിലാണ്, അല്ലെങ്കിൽ UDFന് വല്ലാത്തൊരു തിരിച്ചുവരവ് നടത്തുകയാണെന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കാൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവർ പരിശ്രമിക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. മൊത്തം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ റീൽസ് ആണ്, ഒന്നും റിയാലിറ്റി അല്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ റിയാലിറ്റിയാണ് യഥാർത്ഥത്തിൽ ജനം മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് കൃത്രിമമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ, റീൽസിലൂടെ ഏതെങ്കിലും തരത്തിൽ ഷോ ഓഫുകൾ കാണിക്കാതെ പച്ചയായ മനുഷ്യനായിട്ട് സ്വരാജ് ആ ജനങ്ങളുടെ ഇടയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരു ഗിമ്മിക്കുകളോ ഒരു ഷോ ഓഫുകളും ഇല്ല. തങ്ങളിൽ ഒരുവനാണ്, സാധാരണപ്പെട്ട മനുഷ്യരാണ്. റീൽസുകളിലൊക്കെ അഭിനയവും ക്യാമറകൾ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇവരൊന്നും അതല്ല. അതിനൊന്നും നിന്നുകൊടുക്കാതെ താൻ എന്താണോ അത് അതേപടി ആ നാടിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള വോട്ട് ചോദിക്കൽ അത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും കോളേജുകളിലോ ക്യാമ്പസുകളിലോ ഒക്കെ പോയി മാധ്യമങ്ങളിലുള്ളവർ പ്രതികരണം എടുക്കുമ്പോൾ ചിലർ പറയുന്നുണ്ട്, ഞാൻ UDFകാരനാണെങ്കിലും ഇപ്പോൾ സ്വരാജിന് വോട്ട് കൊടുക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിപ്പിക്കാനുള്ള ഒരു ശേഷി സ്വരാജിന് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിപ്പോ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്രയും ദിവസം ഭൂരിപക്ഷങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ജയത്തിന്റെ ക്രെഡിറ്റ് UDFനും തോറ്റു കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തമാണെന്ന് സതീശൻ പറയാൻ ആംബിയർ കാണിക്കാത്തടത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. സതീശന് പോലും എത്രത്തോളം വിജയമുണ്ടാകും, PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ മൊത്തം ആശയക്കുഴപ്പമാണ്.
വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് പ്രവർത്തിക്കുന്നില്ല. ലീഗിന്റെ കഴിവിലാണ് പരിപൂർണമായിട്ട് കോൺഗ്രസുകാർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പല പഞ്ചായത്തുകളും 7ഓളം പഞ്ചായത്തുകളുണ്ട്. അതിൽ ലീഗിനുള്ള സ്വാധീനം, ആ സ്വാധീനത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സാധാരണഗതിയിൽ അവർ ഇറക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ, ആ തന്ത്രം ഇറക്കിക്കൊണ്ട് തന്നെ വർഗീയപരമായിട്ട് ആൾക്കാരെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടും മതപരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടൊക്കെ പലയിടങ്ങളിലും വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നിടത്താണ് ഒരുപക്ഷെ സ്വരാജ് ഈ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും അവസാന ലാപ്പിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ മറിച്ചൊരു ഫലം വന്നാൽ പോലും അവർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വമ്പൻ ഭൂരിപക്ഷം ഒന്നും നിലമ്പൂരിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. നിലമ്പൂരിൽ ജനങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, വ്യക്തിയെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും VS ജോയ് ഫാക്ടർ ഉണ്ട്. ജോയ്ക്ക് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് ജോയിയുടെ രാഷ്ട്രീയ ഭാവി ഒരുപക്ഷെ നിലമ്പൂരിൽ ആര്യാടൻ ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആര്യാടൻ ഷൌക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഇനി മലപ്പുറം ജില്ലയിൽ ഒരിടത്തും ജോയ്ക്ക് മത്സരിക്കാനുള്ള അവസരമേ ഉണ്ടാകുന്നില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജോയിയുടെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ജോയിയുടെ ആവശ്യവും ഷൌക്കത്ത് അവിടെ തോക്കണമെന്നുള്ളതാണ്. PV അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൌക്കത്ത് അവിടെ വിജയിക്കാൻ പാടില്ല. കാര്യം ഷൌക്കത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുന്നത് അൻവറിന്റെ കൂടിയാണ്. അൻവറിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ലെന്ന് അൻവറിന് തന്നെ അറിയാം. പക്ഷേ അവിടെ ഷൌക്കത്തിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ആ മണ്ഡലത്തിൽ അടുത്ത തവണ, അതായത് 10 മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്കൊരു സ്കോപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് നിലമ്പൂരിൽ ആര്യാടന്റെ പതനം ഉണ്ടാകണമെന്നുള്ളത് അൻവറിന്റെ കൂടി ലക്ഷ്യമാണ്. അങ്ങനെ പലതരത്തിലുള്ള കാലുവാരലുകൾക്ക് അവസരം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കാലുവാരൽ രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും UDFും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്, ഒരേപോലെയാണ്. ഒരു 100 മീറ്റർ റേസിൽ ഒരുപോലെ മത്സരിച്ചുകൊണ്ട് നിൽക്കുന്നവർ. അത് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം വ്യക്തിപ്രഭാവത്തിലും അവർക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ പ്രചരണം കൊണ്ടും സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി കൊണ്ടും അവർ ആ മത്സരത്തിൽ മുന്നോട്ട് കയറി വന്നപ്പോൾ UDF പതിവ് അവരുടെ പാരമ്പര്യത്തിലും ഇന്നലകളിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വാധീനവും ഈ മണ്ഡലത്തിന്റെ ഒരു വലതുപക്ഷ മനസ്സിലെല്ലാം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത്. എന്ത് സംഭവിക്കുമെന്ന് അൺപ്രഡിക്റ്റബിൾ, അതായത് സ്വരാജ് ഉൾപ്പെടെയുള്ളവർ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എഡ്ജ് ഇല്ല എന്നല്ല, പക്ഷേ ഒരു ആധികാരികമായ അല്ലെങ്കിൽ ഏകപക്ഷീയമായ വിജയം വിജയിച്ച് പോയി കളയാമെന്ന് UDF കരുതണ്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു സംശയമില്ല, നാളത്തെ ഫൈനലായിട്ടുള്ള ആ ഒരു കൊട്ടിക്കലാശവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയാവുന്നതാണ്. എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ജനം ഇനി അവസാന മണിക്കൂറുകളിൽ എന്ത് ചിന്തിക്കുന്നു, ആ ചിന്തയിലാണ് ആര് വിജയിക്കണമെന്നുള്ള യാഥാർത്ഥ്യം കടന്നു വരാൻ പോകുന്നു എന്ന് പറഞ്ഞത്. കാര്യം ഇടതുപക്ഷ ക്യാമ്പിന് സാധാരണഗതിയിൽ നിലമ്പൂരിൽ ഇടതുപക്ഷം മത്സരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടത്തെ ഒരു വലതുപക്ഷ മനസ്സ് വെച്ചിട്ടും മലയോര മേഖലകളിൽ ഇപ്പോ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂരിലൊക്കെ പലപ്പോഴും അവിടെ ലോക്സഭാ MP ആയിട്ട് മത്സരിക്കുന്നവർക്കൊക്കെ കിട്ടുന്ന നിലമ്പൂരിലെ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം അതൊരു UDF മനസ്സുള്ള മണ്ഡലമാണെന്ന്. ആ മണ്ഡലത്തെ PV അൻവർ എന്നൊരു ഇടതുപക്ഷ സ്വതന്ത്രൻ നിന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സീറ്റ് പിടിച്ചെടുത്തേ എന്ന ആംഗിളിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഈ 2020 മത്സരത്തിന്റെ സെക്കൻഡ് ബാറ്റിംഗ് ഉണ്ടല്ലോ, ആ സെക്കൻഡ് ബാറ്റിംഗിൽ കുറഞ്ഞ ഓവറിൽ കൂടുതൽ റൺസ് വേണ്ട സന്ദർഭത്തിൽ ഒരു വമ്പൻ ഹിറ്ററായിട്ട് എങ്ങനെയാണോ സ്വരാജ് മാറുന്നത്, ആ ഗെയിം ചേഞ്ചർ റോളിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഹിറ്റുകൾ മാറുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ആക്രമണോത്സുകമായിട്ടുള്ള ആ പ്രചരണ പ്രവർത്തനം അതുണ്ടാക്കിയിരിക്കുന്ന മൈലേജ് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് ആര്യാടൻ ഷൌക്കത്ത് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഉള്ളാലെ ആശങ്കയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ സംബന്ധിച്ച് നാളുകളിലൂടെ കുറച്ച് അഭിപ്രായങ്ങൾ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുത്തതിന് ശേഷം കൃത്യമായിട്ട്, അതായത് നമ്മൾ ഒരിക്കലും ഒരു കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ കുറച്ച് ആ ഫാൻസുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറയണമെന്ന് വിചാരിക്കും. കാര്യം എല്ലാ കാലത്തും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവസാന ലാപ്പിൽ നമ്മൾ ഏകപക്ഷീയമായി സംസാരിക്കുന്നതിനപ്പുറമായിട്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. UDF കോട്ട എന്ന് UDFകാർ കരുതുന്ന ആ മണ്ഡലത്തിൽ 4 പതിറ്റാണ്ടുകളോളമായി ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി വിജയിച്ചു. അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അവിടെ രാഷ്ട്രീയ വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ നിലമ്പൂരിൽ ഇടതുപക്ഷം കൊടുത്തിരിക്കുന്നത്
ഒരു കടും കട്ട മത്സരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പെട്ടി പൊട്ടിക്കുമ്പോ ഇത്രയും ദിവസം അവർ മറ്റേ പുതുപ്പള്ളിയിൽ 50 വർഷം വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ ജയിച്ചത് ഈസി ആയിട്ട് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലല്ല സതീശൻ. തൃക്കാക്കരയിൽ 10 വർഷം മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 10 വർഷം തുടർച്ചയായി വിജയിച്ചു. പിന്നീട് അവിടെ സഹതാപ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള PT തോമസ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പത്നിയെ തന്നെ, വേറൊരാളെ നിർത്തിയല്ല, സ്വന്തം പത്നിയെ തന്നെ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സിനിമാ ഗാനവും നാട് നീളെ എല്ലായിടത്തും ആ പാട്ട് മാത്രം പ്ലേ ചെയ്യിച്ച് രാഷ്ട്രീയ പ്രവർത്തനവും മറ്റേ ചോറിന്റെ സൈഡിൽ എന്റെ PTക്ക് വേണ്ടിയുള്ള ഒരു ഉരുളയൊക്കെ മാറ്റിവെച്ച്, ഇപ്പൊ ആ ഉരുളയൊന്നും മാറ്റിവെക്കുന്ന കാണാറില്ല, ഉരുളയൊക്കെ മാറ്റിവെച്ച് ഉണ്ടാക്കിയ ആ ഒരു സഹതാപം, ആ സഹതാപത്തിനപ്പുറം ഒരു യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷം ഈ 9 വർഷത്തെ ഭരണവും അവർ ചെയ്ത കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ പ്രചരണം, അത് UDFനെ വിറപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടത്. ഇതാണ് നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആര് ജയിക്കും ജയിക്കില്ല എന്നതിനെ സംബന്ധിച്ച് നാളെ കുറച്ചുകൂടിയൊക്കെ ഇതിന്റെ വിശകലനവും കുറെ പേരുമായിട്ടൊക്കെ, അതിന്റെ വിദഗ്ധരുമായിട്ടൊക്കെ, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചവരുമായിട്ടൊക്കെ ഒരു പൾസ് എടുത്തതിന് ശേഷം പരിപൂർണമായിട്ട് പറയാൻ കഴിയുമെന്ന് കരുതുകയാണ്. പക്ഷെ ഇപ്പോഴും ഞാനെന്ന വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ ആശയക്കുഴപ്പം ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബോധ്യപ്പെടുകയാണ്. അപ്പോ ഇതാണ് അവിടെ നിന്ന് പറയാനുള്ളത്. ഒരുപാട് പേർ പ്രതികരിക്കുന്നത് കണ്ടു. സ്വരാജ് വിജയിക്കും, കുര്യനാട് ചന്ദ്രൻ പിന്നല്ല പറഞ്ഞ വിജയിക്കണമെന്നുള്ള ആഗ്രഹം ഒരു ജനാധിപത്യവാദിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്വരാജ് എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ക്വാളിറ്റി അറിയാവുന്നവർ ഒരു സംശയവുമില്ല, ഇന്നത്തെ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ പ്രതീകം തന്നെയാണ് സ്വരാജ്. ഒരു സംശയവുമില്ല. കേരള നിയമസഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന 5 വർഷത്തിൽ അദ്ദേഹം ഓരോ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളും, അദ്ദേഹം കവലപ്രസംഗമല്ല നിയമസഭാ രേഖയാക്കി മാറ്റിയ പ്രസംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടൊക്കെ ആ കാലഘട്ടത്തിൽ ഇവിടെ സംഘപരിവാർ സൃഷ്ടിക്കാൻ ശ്രമിച്ച പല നുണക്കഥകൾക്കുള്ള മറുപടിയായിട്ട് വരുംകാല തലമുറ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മലബാറുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മലയാള രാജ്യം ഉണ്ടായിരുന്നുവെന്നും ആ നാട്ടിൽ ഭരിച്ചിരുന്ന നേതാക്കന്മാരും അവർ ബ്രിട്ടീഷ് പടയാളികളോട് നേരിട്ട് പോരാടിയ സന്ദർഭത്തിൽ അവർ വീരമൃത്യു വരിക്കുന്നതിന് മുന്നോടി ആയിട്ട് സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരുപക്ഷെ ലീഗുകാർക്ക് പോലും ഈ ചരിത്രം അറിഞ്ഞുകൂടാ. അവർ പോലും അയ്യോ ഇങ്ങനെയൊക്കെ ആ നാട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. കാര്യം നമ്മുടെ ലീഗിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദൈവം സഹായിച്ച പുസ്തകം വായന എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തോ അലർജി പോലെയാണല്ലോ. അതുകൊണ്ട് ചരിത്രത്തെയൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞാലിക്കയോ അല്ലെങ്കിൽ ഇവരുടെ ടീംസുകൾ റെക്കോർഡിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം എവിടെ പോയാലും പറഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്ക് സ്വരാജ് സംഘപരിവാറുകാരുടെ ആരോപണങ്ങളെ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ സംഘപരിവാറുകാർക്ക് പോലും ചിലപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ പെഹൽഗാം വിഷയം ഉണ്ടായപ്പോൾ യുദ്ധത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ വല്ലാതെ സൈബർ ആക്രമണം നടത്തുന്നു, തെറി പൂരം നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഇന്നത്തെ കുറെ രാഹുൽ മാങ്കൂട്ടന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും നാളുകളിൽ യുദ്ധം കൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ കെടുതികൾ എന്താണെന്നും, ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടും, ജീവനുകൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ താറുമാറാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ആ പോസ്റ്റിനെ പോലും രാഷ്ട്രീയമായിട്ട് വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് വിമർശിച്ച് കുറച്ച് കയ്യടി കിട്ടുന്ന, അല്ലെങ്കിൽ രാജ്യസ്നേഹികൾക്കിടയിൽ കുറച്ച് സ്വീകാര്യത കിട്ടുന്ന രീതിയിലൊക്കെ പ്രതികരണങ്ങൾ നടത്തിയവരെ നമ്മൾ കണ്ടതാണ്. അവർക്കൊന്നും രാഷ്ട്രീയ പക്വതയില്ല എന്ന് പറയേണ്ടി വരികയാണ്. സിനിമാറ്റിക് മനസ്സുമായിട്ടും 2.5 മണിക്കൂർ സിനിമകളിൽ നടക്കുന്ന യുദ്ധങ്ങൾ കണ്ടിട്ട് അതുപോലെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ, പ്രത്യേകിച്ച് അണ്വായുധങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിൽ നേരിട്ട് പോരാട്ടങ്ങൾ നടന്നാൽ ഉണ്ടാകുന്ന കെടുതികളും അതിലൂടെ ഉണ്ടാകുന്ന വിജയിക്കുന്നത് എന്ന് പറയുന്നത് ആരും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യുദ്ധം കഴിഞ്ഞു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശം നശിച്ച് നാമാവിശേഷമാകും. അതിനോളം തന്നെ കുറെ ഭാഗങ്ങൾ നമ്മുടെ നാടിന് നഷ്ടപ്പെടും. നമ്മുടെ നാട്ടിലെ കുറെ മനുഷ്യർക്ക് ആശ്രിതരില്ലാതാകും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വിധവകളായി മാറുന്ന ഒരു നാടായിട്ട് മാറുന്നതാണ് യുദ്ധങ്ങളുടെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അന്ന് സ്വരാജ് പറഞ്ഞ വാചകങ്ങളുടെ അർത്ഥത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സിനിമാ മൈൻഡുമായിട്ട് നടക്കുന്ന നേതാക്കന്മാർക്കോ റീൽസ് ജീവികൾക്കോ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സ്വരാജ് എന്ന വ്യക്തി വിജയിക്കേണ്ടത്
രാഷ്ട്രീയത്തിന്റെ ഒരു കാവ്യനീതിയാണ് അത്തരം ഒരു വ്യക്തിയൊക്കെ വരുന്നത്. ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് വേണ്ടി ശബ്ദമാകാനും ഒരു പ്രത്യേക മതവിഭാഗത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നാളുകളിൽ വരുന്നവർക്ക് പഠിക്കാൻ കൂടി അവസരമുണ്ടാകുന്ന രീതിയിൽ ചരിത്രമായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ പലരും പ്രതികരിക്കുന്നുണ്ടായിരുന്നു, പലരും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. രാജു അപ്പ് അല്ലെങ്കിൽ രാജു UP LDF വിജയ് കൊപ്പളം തമിഴ്നയിൽ അടിച്ച് തംസപ്പ് അടിച്ചിട്ടുണ്ട്. ഒരുപാട് ദാമോദരൻ പുളിക്കൽ, അബ്ദുൾ സത്താർ, IP ബിനുസഹോ, അൻവർ വഞ്ചകൻ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോ IP ഉൾപ്പെടെ തലസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ സൗഹൃദം കൂടിയാണ്. പുള്ളി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും സ്വരാജ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. സ്വരാജ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ബൈ പ്രൊഫഷൻ വൈസ് നമ്മൾ പറയേണ്ടത് കണ്ണട ചിരുട്ടാക്കിക്കൊണ്ടല്ലോ നമ്മൾ പലയിടത്തും പറയേണ്ടത്. ആവേശത്തിനപ്പുറം സംഭവിക്കാൻ പോകുന്ന ഒരു മേഖലയുടെ പൾസ് നമ്മൾ മനസ്സിലാക്കി സംസാരിക്കേണ്ടതും അത് എത്രത്തോളം ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ് ഇടപെടൽ നടത്തേണ്ടത്. കാര്യം ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി അത് ഗ്രൗണ്ടിൽ കുറെ കൂടി പ്രവർത്തനങ്ങൾ വരും മണിക്കൂറുകളിൽ ശക്തമാക്കിയാൽ അത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചിലപ്പോൾ ആ ബാറ്റൺ ഇത്തവണ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ സ്വരാജിന് ഭാഗ്യമുണ്ടായിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ചരിത്രമാണ്. അഹങ്കാരത്തിനും ഹുങ്കിനും ദാഷ്ട്യത്തിനൊക്കെ കോൺഗ്രസുകാരായതുകൊണ്ട് കേരളത്തിലെ മാപ്രകൾ അതിനെയൊക്കെ അത് സാധാരണ രീതിയിലുള്ള സ്വഭാവമാക്കി മാറ്റാൻ പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥ ഹുങ്കന്മാർക്കും എല്ലാം അല്ലെങ്കിൽ ധാർഷ്ട്യക്കാർക്കും ധിക്കാരികൾക്കും ജനം മറുപടി കൊടുക്കേണ്ടതാണ്. കാര്യം 3 ഉപതെരഞ്ഞെടുപ്പുകൾ സ്വന്തം മണ്ഡലത്തിൽ വിജയിച്ചതിന് ശേഷം ഇമാതിരി ഹുങ്കൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ആ വഴി സഞ്ചരിക്കാൻ പറ്റില്ല. കാര്യം പഠിച്ചതേ പാടുള്ളൂ. ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ട് മനോരമയിൽ ഉൾപ്പെടെയുള്ള ചില ഈ മാധ്യമ പ്രവർത്തകർ എന്ന കുപ്പായത്തിലൊക്കെ കോൺഗ്രസുകാരെയും RSSകാരെയും ഒക്കെ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. വളരെ അപൂർവം പേര് മാത്രമേ. അവരൊക്കെ ഈ SFIക്ക് പൂർണ്ണ ആധിപത്യമുള്ള കോളേജുകളിലൊക്കെ ഇവർ പഠിച്ചിരുന്നിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് കണ്ടോ SFIക്കാർ പറയുന്നത് കണ്ടോ എന്ന ആംഗിളിലൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരുതരം കാപട്യമാണ്, അതൊക്കെ ഒരു കുപ്രചരണമാണ്. അതിന്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ ഇത്രയും സമയം നമ്മൾ കുറച്ചധികം സംസാരിച്ചു. ആ സമയവുമായി ബന്ധപ്പെട്ട് സ്വരാജ് എന്നുള്ള പേരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നതായിട്ട് പലരും തീർച്ചയായും സ്വരാജ് എന്ന് വിനോദ് ഗോഡ്ഫ്രൻ പറയുന്നുണ്ട്. കാർത്തികേയൻ എങ്ങാടിയൂർ, ഞാൻ പോയതാണ് നിലമ്പൂർ, അവിടെ സ്ത്രീകളും ചെറുപ്പക്കാരും LDFനൊപ്പം എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരാണ്. ഒരുപാട് പേർ അവിടുത്തെ അഭിപ്രായങ്ങൾ സ്വരാജ് പാട്ടും പാടി ജയിക്കുമെന്ന് നസീർ നാസ് പറയുന്നുണ്ട്. സ്വരാജ് എന്നുള്ള പ്രതികരണങ്ങൾ ഒരുപാട് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെയും ഒപ്പം വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ താല്പര്യത്തോട് അടിസ്ഥാനപ്പെടുത്തി ആ ഒരു ശുഭവാർത്ത അല്ലെങ്കിൽ അത്ര സുന്ദരമായ ഒരു വാർത്ത കേൾക്കുന്ന പകലാകട്ടെ 23-ന് 23-ന് ഉദിച്ചു വരുന്ന ഉദയസൂര്യൻ എന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഈ രാത്രി കേട്ടുകൊണ്ടിരുന്നവർ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം അറിയിക്കുന്നുണ്ട്. നാളെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് എന്താണ് അവിടുത്തെ പൾസ് എന്ന് അവിടെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിട്ടൊക്കെ ഒന്ന് വിളിച്ചന്വേഷിച്ചതിന് ശേഷം രാത്രി വീണ്ടും നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. അപ്പോ ഇത്രയും നേരം കണ്ടിരുന്നവർ പ്രതികരിച്ചവർക്കെല്ലാം ബൈ, സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്.